ഹായ് വെൽക്കം ബാക്ക് ടു ടേൺ ടു ലൈൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി മോഡൽ പരീക്ഷ സോഷ്യോളജിയുടെ ആൻസർ കീ ഡിസ്കഷനാണ്. ആൻസർ കീ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനാണ്. നമുക്കറിയാം നിങ്ങളുടെ ആക്ച്വൽ എക്സാം നടക്കാൻ പോവാണ് സോഷ്യോളജി പരീക്ഷയുടെ. അപ്പോൾ ഇതേപോലെ ആയിരിക്കും നിങ്ങളുടെ ആക്ച്വൽ എക്സാം, അതായത് മാർച്ചിൽ നടക്കുന്ന എക്സാം. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ സോൾവ് ചെയ്യുന്നത് വഴി നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ പരീക്ഷ എഴുതാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് പാർട്ട് 10 ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് 9 ക്വസ്റ്റ്യൻ നമ്മൾ അറ്റൻഡ് ചെയ്താൽ മതി. 9 മാർക്ക് അതിന് തരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതായിരുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദ ടേം ദാറ്റ് ഡിസ്ക്രൈബ് ദ ലിങ്ക് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ പ്രോബ്ലം ആൻഡ് ബ്രോഡർ സോഷ്യൽ ഇഷ്യൂസ് ആസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ സി റൈറ്റ് മിൽസ് ഈസ്. സി റൈറ്റ് മിൽ അവതരിപ്പിച്ച വ്യക്തിഗത പ്രശ്നങ്ങളും വിശാലമായ സാമൂഹിക പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം വിവരിക്കുന്ന പദം ഏതാണ് എന്നാണ്. ഓപ്ഷൻ സി സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹ്യശാസ്ത്ര സങ്കല്പമാണ് റൈറ്റ് ആൻസർ. ഓക്കെ, ശരിയാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ദെൻ അടുത്ത ചോദ്യത്തിലേക്ക്. രണ്ടാമത്തെ ചോദ്യം, വിച്ച് സബ്ജക്റ്റ് ഫോക്കസസ് ഓൺ ദി സ്റ്റഡി ഓഫ് സിമ്പിൾ സൊസൈറ്റി? ലളിത സമൂഹത്തെക്കുറിച്ച് പഠിക്കുന്ന വിഷയമാണ്. ഒരിക്കലും സോഷ്യോളജി അല്ല. ദെൻ ആന്ത്രോപോളജി ഈസ് ദ റൈറ്റ് ആൻസർ. നരവംശാസ്ത്രമാണ് ആൻസർ ആയിട്ടുള്ളത്. തെറ്റിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം, വാല്യൂ അറ്റാച്ച്ഡ് ടു ദ സ്റ്റാറ്റസ് ഈസ് കോൾഡ്. പദവിയുമായി ബന്ധപ്പെടുത്തിയ മൂല്യത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. പ്രസ്റ്റീജ് ആണ്, അന്തസ്സാണ് പദവിയുമായി ബന്ധപ്പെട്ട മൂല്യത്തെ വിളിക്കുന്നത്. ഓക്കെ, ദെൻ നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചൂസ് ദ ഫേമസ് ബുക്ക് ഓഫ് ജെയിംസ് ഫ്രേസർ ഫ്രം ദ ഫോളോയിങ്. താഴെ പറയുന്നവയിൽ ജെയിംസ് ഫ്രേസറുടെ പ്രശസ്തമായിട്ടുള്ള പുസ്തകം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രീറ്റ് കോർണർ സൊസൈറ്റി അല്ല. ഓക്കെ, കുർക്ക് ഓഫ് മൈസൂർ അല്ല. ഗോൾഡൻ ബഫ് അല്ലെങ്കിൽ ഗോൾഡൻ ബഫ് ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ എക്സാമ്പിൾ ഓഫ് അഫൈനൽ കിൻഷിപ്പ്? നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വാക്കുകൾക്ക് കിട്ടിയില്ല. നിങ്ങൾക്ക് അപ്പുറത്തുള്ള ഇംഗ്ലീഷ് അറിയുന്നില്ല, മലയാളം യൂസ് ചെയ്യാം. മലയാളത്തിലുള്ള ടേംസ് മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് യൂസ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഒരു മെച്ചമുള്ളത്. വൈവാഹിക ബന്ധത്തിൽ ഉൾപ്പെടാത്തത് അല്ലാത്തത് ഏതാണെന്ന്. മരുമകൻ, അതായത് സണ്ണിലോ വൈവാഹികമാണ്, ഭാര്യ സണ്ണിലോ ആണ്, ഭർത്താവ് വൈവാഹിക ബന്ധമാണ്. ദെൻ ഇതിൽ വൈവാഹിക ബന്ധമല്ലാത്തത് നേരിട്ടുള്ള ബന്ധമാണ് അമ്മ എന്നുള്ളത്. ദെൻ അമ്മ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മദർ ഇസ് ദ റൈറ്റ് ആൻസർ. ദെൻ ആറാമത്തെ ചോദ്യം ഇതായിരുന്നു. ടു വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റഡീസ് ഡിഡ് M.N. ശ്രീനിവാസൻ ഗീവ് സിഗ്നിഫിക്കൻറ്റ് ഇമ്പോർട്ടൻസ്? ഏത് തരത്തിലുള്ള പഠനത്തിനാണ് ശ്രീനിവാസൻ കാര്യമായിട്ടുള്ള പ്രാധാന്യം നൽകുന്നത്? അർബൻ, നഗരത്തെക്കുറിച്ചാണോ? അല്ല, അർബൻ അല്ല. ട്രൈബൽ കമ്മ്യൂണിറ്റി, ഗോത്ര സമൂഹം അല്ല. ദെൻ വില്ലേജ് കമ്മ്യൂണിറ്റി, യെസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഗ്രാമ സമൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. ദെൻ ഏഴാമത്തെ ചോദ്യം, ഇംഗ്ലീഷിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് എങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ദ കൺവേർഷൻ ഓഫ് ദി പ്രീവിയസ്ലി ലോവർ ക്ലാസ് നൈബർഹുഡ് ഇൻ ടു മിഡിൽ ക്ലാസ് ആൻഡ് അപ്പർ ക്ലാസ് ഓൺ ഈസ് നോൺ ആസ്. കീഴാള വർഗത്തിൻ്റെ പ്രദേശം ഒരു മധ്യവർഗ ഉപരിവർഗ ഇടമായി പരിവർത്തനം ചെയ്യുന്ന പ്രക്രിയയാണ് ജെൻട്രിഫിക്കേഷൻ അഥവാ കുലീനവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ ഏഴാമത് ബി ആണ് ആൻസർ. ദെൻ എട്ടാമത്തെ ചോദ്യം, ഇൻഡിവിജ്വൽ മാരി ഔട്ട്സൈഡ്. ഓക്കെ, ഇൻഡിവിജ്വൽ മാരി ഔട്ട്സൈഡ് ഓഫ് ഇസ് ഓർ ഹെർ ഓൺ ഗ്രൂപ്പ് ഈസ് കോൾഡ്. ഓക്കെ, ഏതാണ്? സിമ്പിളായിട്ട് എൻഡോഗമി, സ്വഗണ വിവാഹം, സ്വന്തം ഗണത്തിൽ നിന്ന് വിവാഹം ചെയ്യുന്നതാണ്. ഇത് പുറത്തുള്ളവരെ വിവാഹം കഴിക്കുന്നതാണ് ചോദിക്കുന്നത്. അത് എക്സോഗമിയാണ് അല്ലെ. എക്സോഗമി ബഹിർഗണ വിവാഹമാണ് ആൻസർ. ഓക്കെ, ബഹിർഗണ വിവാഹം. ദെൻ അടുത്തത് 9ാമത്തെ ചോദ്യം ഒരു 1 ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ, ഒരു നഗരവും അതിനെ ചുറ്റുമുള്ള ഉപനഗര പ്രദേശങ്ങളും ആശ്രിത പ്രദേശങ്ങളെയും സൂചിപ്പിക്കുന്ന പദം എന്ന് പറയുന്നത് നഗര സംയോജനം എന്നാണ് മലയാളത്തിൽ എഴുതേണ്ടത്. നഗര സംയോജനം. ഇംഗ്ലീഷിൽ എഴുതേണ്ടത് ഞാനിവിടെ എഴുതേണ്ടത് അർബൻ
ആൻസർ അർബൻ അഗ്ലോമറേഷൻ. ഇതാണ് ആൻസർ. നഗര സംയോജനം എന്നാണ് ആൻസർ. ഓക്കെ, ദെൻ അർബൻ അഗ്ലോമറേഷൻ ആൻസർ ഇതാണ് 9ാമത്തിന്റെ ആൻസർ. ദെൻ ചാർട്ടാണ് 10ാമത്തത്. എൻവയോൺമെന്റൽ ഡിസാസ്റ്റർ, പരിസ്ഥിതി ദുരന്തങ്ങൾ രണ്ടെണ്ണം മനുഷ്യനിർമ്മിതം അല്ലെ, മാൻ മെയ്ഡും ദെൻ നാച്ചുറൽ മെയ്ഡ് അല്ലെ, നാച്ചുറൽ മെയ്ഡ് ആയിട്ടുള്ള നാച്ചുറൽ മെയ്ഡ് ആണ് നാച്ചുറൽ മെയ്ഡ് ഡിസാസ്റ്റർ. ദെൻ ഇതിലെ നാച്ചുറൽ മെയ്ഡിന് ഉദാഹരണം എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഫ്ലഡ് ഓക്കെ, ഫ്ലഡ് ഓക്കെ. അതുപോലെ തന്നെ എർത്ത് കോക്ക്, ഇതൊക്കെ നാച്ചുറൽ മെയ്ഡ് ഡിസാസ്റ്റർ ആണ്. സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ്. അപ്പോൾ നാച്ചുറൽ മെയ്ഡ് ഡിസാസ്റ്ററും മാൻ മെയ്ഡ് ഡിസാസ്റ്ററും 2 ഡിസാസ്റ്ററുകളുണ്ട്, അതിനുള്ള ഉദാഹരണം. ദെൻ മാച്ച് ദ ഫോളോയിങ്സ് ആണ് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ്സ്. മാച്ച് ദ ഫോളോയിങ്സിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഏതൊരു മാച്ച് ദ ഫോളോയിങ്സിലും നമുക്ക് കിട്ടുന്നത് അറിയുന്നത് ആദ്യം എഴുതുക. അറിയുന്നത് എഴുതിയാലുള്ള ബാക്കിയുള്ളത് നമുക്ക് സിമ്പിളാവും. ഇതിൽ മാക്സ് വെബർ, കാൾ മാക്സ്, എമിലി ദുർക്കിം, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ. ഓക്കെ, ക്ലാസ് സ്ട്രഗിൾ, സോഷ്യൽ ഫാക്ട്, ബ്രിട്ടൻ, ഇക്വാളിറ്റി, ലിബർട്ടി, ഫെർട്ടേണിറ്റി ആൻഡ് ഐഡിയൽ ടൈം. ഓക്കെ, മാക്സ് വെബർ ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വർഗസമരം, സാമൂഹിക വസ്തുത, സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞാൽ സാമൂഹിക വസ്തുത. ദെൻ ബ്രിട്ടൻ, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ആദർശ മാതൃക, ഐഡിയൽ ടൈപ്പ്. ഇതിൽ നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആശയമാണ് ഇക്വാളിറ്റി, ദെൻ ഇക്വാളിറ്റി, ലിബർട്ടി, ഇക്വാളിറ്റി, ഫെർട്ടേണിറ്റി അല്ലെ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നുള്ളത്. ദെൻ നമുക്കറിയാം ഫ്രഞ്ച് വിപ്ലവത്തിൽ ഉയർന്നു വന്നത്. ഇനി നമുക്ക് എളുപ്പമുള്ളത് വ്യാവസായിക വിപ്ലവം. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിച്ചത് ബ്രിട്ടനിലാണ് അല്ലെ, വ്യാവസായിക വിപ്ലവം ആരംഭിച്ചത് ബ്രിട്ടനിലാണ്. അപ്പൊ അത് 2 എണ്ണമായി. ഇനി കാൾ മാക്സ് നമുക്കറിയാം വർഗസമരത്തിന്റെ ക്ലാസ് സ്ട്രഗിളിന്റെ ആളാണ് കാൾ മാക്സ്, ക്ലാസ് സ്ട്രഗിൾ. ഇനി നമുക്ക് 2 എണ്ണമാണ് ബാക്കിയുള്ളത്. മാക്സ് വെബറും ഉണ്ട്, അതുപോലെ തന്നെ എമിലി ദുർക്കിം ഉണ്ട്. ഓക്കെ, എമിലി ദുർക്കിം നമുക്കറിയാം സോഷ്യൽ ഫാക്ട്, സാമൂഹിക വസ്തുതയുടെ വക്താവാണ് എമിലി ദുർക്കിം, സാമൂഹിക വസ്തുത. ദെൻ മാക്സ് വെബർ ഈസ് ഐഡിയൽ ടൈപ്പ് ആണ് മാക്സ് വെബർ, അതായത് ആദർശ മാതൃക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത്, ഏറ്റവും അറിയുന്നത് ആദ്യം വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മാച്ച് ദ ഫോളോവിങ്സിൽ ഫുൾ മാർക്ക് നമുക്ക് നേടാം. ഓരോന്ന് കുരുക്കയക്കാം, എന്നിട്ട് ആൻസറിലേക്ക് എത്തും. ഇതിൽ നമുക്കറിയാം 5 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഈ 5 മാർക്ക് നമുക്ക് നഷ്ടപ്പെടരുത് എന്നാണ് പറയുന്നത്. 5 മാർക്ക് സിമ്പിളായിട്ട് നേടാൻ പറ്റും. അറിയുന്നത് എന്തായാലും ഉണ്ടാവും. അറിയുന്ന 1 2 ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് ലെഫ്റ്റ് ആവും. ആ ബാക്കിയുള്ളത് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ മാച്ച് ദ ഫോളോവിങ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആക്ച്വൽ എക്സാം എത്തി തുടങ്ങിയിട്ടുണ്ട്. റിയൽ ആയിട്ടുള്ള +1 പരീക്ഷ എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിൻ്റെ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് സബ്ജക്റ്റുകളുടെ വീഡിയോ ടേൺ ടു ലേണിൻ്റെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യാം. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ടേൺ ടു ലേണിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9562654789 എന്നുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ വോയിസ് ആയിട്ടോ ടെക്സ്റ്റ് ആയിട്ടോ മെസ്സേജ് അയക്കാം. അപ്പോൾ താങ്ക് യു.